വലിയ ആവേശത്തിലായിരുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ആ സമയം. ഇവിടെ ഒരുപാട് ആളുകൾ ചേർന്നിരുന്നു. അവർ കുറച്ചുപേര് പിരിഞ്ഞു പോയിട്ടുണ്ട്. ആ സമയം ഇവിടെ പടക്കം പൊട്ടിക്കുന്നു, മധുരം വിതരണം ചെയ്യുന്നു, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്യുന്നു. അങ്ങനെ വലിയ സന്തോഷത്തിൽ, വലിയ ആവേശത്തിലായിരുന്നു ഇവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് കമ്പം മണ്ഡലത്തിൽ PLA ജഗന്നാഥ് മിശ്രയാണ് MLA ആയിട്ടുള്ളത്. അദ്ദേഹം ഒരു മന്ത്രിയാകാൻ കൂടി സാധ്യതയുള്ള ആളാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു വലിയ കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. விஜய் பத்தி சொல்றதுக்கு நிறைய சொல்லலாம். எவ்வளவு நம்பிக்கை மக்கள் வச்சிருக்காங்க, அந்த நம்பிக்கையை காப்பாற்றணும். மக்கள் ஓட்டு போட்டதுக்கு மக்களுக்கு நன்றி, அவருக்கு நன்றி. இந்த அளவுக்கு ரொம்ப கஷ்டப்பட்டு வந்துட்டாரு. ഈ ചേച്ചി കുറച്ച് നേരമായി നമ്മളോട് സംസാരിക്കണം എന്ന് പറയായിരുന്നു. വിജയ് അണ്ണ എപ്പടി? எங்க அண்ணன் வந்தது ரொம்ப ரொம்ப சந்தோஷம். நாங்க ரொம்ப எதிர்பார்த்துட்டு இருந்தது. மக்களுக்கு ரொம்ப நன்றி நான் சொல்லிக்கிறேன். எல்லாரும் நம்பி ஓட்டு போட்டதுக்கு முதல் நன்றி எல்லாத்துக்குமே. ஜனநாயகத்துக்கு தமிழ்நாடு ஃபுல்லா மாறுமா? மாறும். பெண் பிள்ளைகளுக்கு பாதுகாப்பு மாறும். எல்லாம் மாறி கண்டிப்பா வரணும். அவர் தான் இருக்கணும் கட்சியில. எல்லாரும் ரொம்ப மக்களாட்சி ஜனநாயக மக்களாட்சி அனைத்து மக்களுக்கும் சம உரிமை, பிறப்புக்கும் எல்லா உயிருக்கும் சொன்ன மாதிரி அதை கண்டிப்பா வந்து நிலைநிறுத்துவார். അന്താരാഷ്ട്ര നിലവാരത്തിൽ തമിഴ്നാട് മാറും, വലിയ മാറ്റം ഉണ്ടാകും വിജയ് വന്നതിൽ നിന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിലായിരുന്നു, വലിയ ആവേശത്തിലായിരുന്നു. അവരുടെ ആവേശത്തിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ADMK DMK അവർ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നു. പുതിയൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു. അവരുടെ വോട്ട് അത് ഫലം കണ്ടു. മാത്രമല്ല ഈ കമ്പത്ത് ഉൾപ്പെടെ അവരുടെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്, TVKയുടെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. മാത്രമല്ല തേനി ജില്ലയിൽ ഉൾപ്പെടെ 4 മണ്ഡലമാണ് ഉള്ളത്. അതിൽ 2 മണ്ഡലത്തിലും പെരിയകുളത്തും കമ്പത്തും ഈ TVK സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു. അങ്ങനെ ഇവർക്ക് ഈ തേനി ജില്ലക്കാർക്ക്, പ്രത്യേകിച്ച് കമ്പംകാർക്കൊക്കെ വലിയ ആവേശം ഉണ്ടാകാനുള്ള ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട്. എന്തായാലും മൊത്തത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഈ സ്ഥാനാർത്ഥി പ്രചരണത്തിന്റെ സമയത്ത് ജഗന്നാഥ് മിശ്ര 24 തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് വേണ്ട കാര്യം ഉൾപ്പെടെ അദ്ദേഹം ചെയ്തു നൽകാം എന്നുള്ളതാണ്. ഇടുക്കിയൊക്കെയാണ് തൊട്ടടുത്ത് കിടക്കുന്നത്, ഇടുക്കിയാണ്. അവിടേക്കുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നിറവേറ്റാം. ആ വലിയ വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി കാത്തിരുന്ന് കാണുകയും ചെയ്യണം. എന്തായാലും ഇവരൊക്കെ വലിയ ആവേശത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. രാവിലെ മുതൽ തുടങ്ങിയതാണ് അവരുടെ ആവേശം. ഹാഷ്മി ക്രിസ്റ്റീന. അപ്പൊ എന്തായാലും വലിയ ആവേശ സമയമാണ്. ഇനിയിപ്പോ ആ സ്വപ്നം സാക്ഷാത്കാരം സംഭവിച്ചിരിക്കുന്നു. ഇനിയിപ്പോ പ്രോമിസ് ഡെലിവറിയാണ്, വാഗ്ദാനങ്ങൾ നടപ്പാക്കലാണ്. ഒരുപക്ഷെ പ്രഖ്യാപിച്ച ഫ്രീബീസിന്റെ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ തന്നെ 10,000 കോടി അതിന് മാത്രം വേണ്ടിവരും. എന്തായാലും തമിഴ്നാട് തീരെ ദരിദ്ര സംസ്ഥാനമല്ല, നല്ല റവന്യൂ ഉള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം. നാഗർകോവിൽ നിന്ന് വിനേഷ് കൂടിച്ചേരുന്നു. നേരത്തെ വിനേഷ് തമിഴ് കേട്ട് പ്രേക്ഷകർ ഞെട്ടി. തമിഴം പറയുന്നതിനേക്കാൾ ഗംഭീരമായി തമിഴ് പറഞ്ഞ വിനേഷ് എന്നാരൊക്കെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോട്ടെ, അവിടെ TVK പ്രവർത്തകർ മാത്രമല്ല, ഓരോ വിജയ് ആരാധകന്റെയും അങ്ങേയറ്റത്തെ വൈകാരികമായ, അങ്ങേയറ്റത്തെ സ്വപ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.